കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ തിരുനാമത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവവചന പഠനത്തിനായിട്ട് കടന്നു വരുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില നാളുകളായിട്ട് നമുക്ക് എബ്രായ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുവാൻ കർത്താവ് കൃപ നൽകുന്നു. പ്രത്യേകാല എല്ലാ ബുധനാഴ്ചകളിലും അതിൻ്റെ ഈവനിങ്ങളിൽ നമുക്ക് ഒരുമിച്ചിങ്ങനെ കൂടുവാൻ കർത്താവ് തരുന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ ക്ലാസ് തീർന്നത് എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 7 വരെയുള്ള വാക്യമാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 7 വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത്. ഇന്ന് നമുക്ക് തുടർന്ന് 8 മുതലുള്ള വാക്യങ്ങളെ പഠിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ. നമ്മളൊരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ക്ലാസ്സുമായിട്ടൊരു കണക്ഷൻ വരാൻ വേണ്ടി ചില കാര്യങ്ങളെ ഞാൻ പ്രാരംഭമായി ഓർപ്പിക്കാറുണ്ട്. ഇന്നും അത് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനത്തിൻ്റെ പഠനത്തിൽ നമ്മൾ കണ്ടതാണ് യേശുക്രിസ്തു സകലരിലും വലിയവനാണ്. യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ, പ്രവാചകന്മാരിലേക്കാൾ, മോശയേക്കാൾ, അപ്പോൾ തന്നെ പഴയ നിയമത്തിലെ പുരോഹിതന്മാരെക്കാൾ, മഹാപുരോഹിതന്മാരെക്കാൾ, യാഗങ്ങളെക്കാളൊക്കെ വലിയവനാണെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം യേശു പറഞ്ഞ വാക്കുകളെ അനുസരിക്കാതിരുന്നാൽ ഉണ്ടാകാവുന്ന വലിയ ഡേഞ്ചറുകൾ, അല്ലെങ്കിൽ യേശുവിൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിപത്തുകളെ പറ്റി ഒരു വാർണിങ്ങും എല്ലാ ഭാഗത്തും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ നാം കർത്താവിൻ്റെ സന്നിധിയിൽ എങ്ങനെ യാത്ര ചെയ്യാമെന്ന് നമ്മെ പഠിപ്പിച്ച് ആരാണ് യേശുക്രിസ്തു, നാം എങ്ങനെ ആയിരിക്കണം, നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം, അങ്ങനെ ചാപ്റ്റർ 10 അവസാനിക്കുന്ന സമയത്ത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ ആ ഭാഗത്തെ കണക്ട് ചെയ്താണ് ചാപ്റ്റർ 11 കടന്നു വരുന്നത്. ഞാൻ കഴിഞ്ഞ നമ്മുടെ ഒരു മൊഴിരാത്രി പ്രാർത്ഥനയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ആരാണ് നീതിമാൻ. പഴയ നിയമത്തിലെ നീതിമാന്മാർ എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ന്യായപ്രമാണവും ആചാരങ്ങളും ചട്ടങ്ങളും അനുഷ്ഠിച്ച് ജീവിക്കുന്നവരാണ് പഴയ നിയമത്തിലെ നീതിമാന്മാർ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നീതിമാന്മാർക്ക് അവരുടെ നീതി പ്രവർത്തികളാലല്ല അവർ നീതീകരിക്കപ്പെടുന്നതെന്നും ആർക്കും സ്വയവേ നീതീകരിക്കപ്പെടാൻ കഴിയത്തില്ലെന്നും ദൈവം ഒരുവനെ നീതീകരിക്കണമെന്നും നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നു. അപ്പോൾ നമുക്ക് പുതിയ നിയമത്തിൽ കിടക്കുന്ന ഈ ഭാഗമാകുന്ന, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്തിരിക്കുന്നതായ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ളത് നമുക്ക് പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം നീതീകരിച്ചവൻ അവൻ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. നമുക്കറിയാം എബ്രായ ലേഖനം 11-ാം അധ്യായം ഏതൊരു വ്യക്തിയോടുള്ള ബന്ധത്തിലും, നമ്മളിപ്പം പെട്ടെന്ന് ഒരു സ്ഥലത്ത് എബ്രായ ലേഖനം 11:1 അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബൈബിൾ തുറക്കാതെ വായിക്കുവാൻ കഴിയുന്ന ഒരധ്യായമാണ് 11-ാം അധ്യായം. പലപ്പോഴും നമ്മൾ അതിൻ്റെ മുമ്പുള്ള ഭാഗങ്ങളെയോ, അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഇതിൻ്റെ ആശയം എന്താണ് എന്ന് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മളിത് വായിച്ച് മുമ്പോട്ട് പോകുന്നത്. ഈ 10 അധ്യായം പഠിച്ചതിന് ശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ശരിക്കും ഈ വചനം എന്താണ് നമുക്ക് നൽകുന്ന അർത്ഥമെന്ന് നമുക്ക് കാണുവാനായി കഴിയും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് എബ്രായർ 11:1 വിശ്വാസം എന്താണെന്ന് കണ്ടു. അതിനുശേഷം ഇതിനാൽ ആണ് ഈ വിശ്വാസത്താലാണ് പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചതെന്ന് കണ്ടു. ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടത് ഈ വിശ്വാസത്താൽ നമ്മൾ അറിയുന്നു എന്ന് കണ്ടു. പിന്നെ 3 പ്രധാനപ്പെട്ട ആളുകളെയാണ് നമ്മളവിടെ കണ്ടത്. ഒന്ന്, നമ്മൾ ഹാബേലിനെ കണ്ടു, ഹാനോക്കിനെ കാണുന്നു, നോഹയെ കാണുന്നു. നമ്മളിവിടെ കാണുന്ന, ഇന്നത്തെ ക്ലാസ്സിൽ കാണാൻ പോകുന്ന വ്യക്തി അബ്രഹാമാണ്. അബ്രഹാമിൻ്റെ കാര്യം പറഞ്ഞിട്ട് അബ്രഹാമിൻ്റെ ഭാര്യയെപ്പറ്റി പറയുന്നു, അബ്രഹാമിൻ്റെ മകനായ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെ പറ്റി പറയുന്നു, യാക്കോബിനെ പറ്റി പറയുന്നു, യോസഫിനെ പറ്റി പറയുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചിത്രം, നോഹയെപ്പറ്റി പറഞ്ഞിട്ട് നോഹയുടെ കുടുംബത്തെ പറ്റിയോ അല്ലെങ്കിൽ നോഹയുടെ തലമുറയെ പറ്റിയോ പറയുന്നില്ല. ഹാനോക്കിനെ പറ്റി പറഞ്ഞിട്ട് ഹാനോക്കിനെയോ ഹാനോക്കിൻ്റെ തലമുറയോ അടുത്തുള്ള തലമുറയെ പറ്റി പറയുന്നില്ല. ഹാബേലിനെ പറ്റി പറഞ്ഞിട്ട് ഹാബേലിൻ്റെ അടുത്ത തലമുറ, ഹാബേലിൻ്റെ മകൻ, അതിനുശേഷം കൊച്ചുമകൻ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്ന വ്യക്തി അബ്രഹാമാണ്. അബ്രഹാമിൻ്റെ പ്രത്യേകത, അബ്രഹാം ആ വിശ്വാസത്തിൽ ജീവിക്കുക മാത്രമല്ല ചെയ്തത്, തൻ്റെ വിശ്വാസത്തെ, താൻ അറിഞ്ഞ അനുഭവത്തെ തൻ്റെ കുടുംബത്തിലേക്ക്, തൻ്റെ സഹധർമ്മിണിയിലേക്ക്, തൻ്റെ വാഗ്ദത്ത സന്തതിയിലേക്ക്
കൊച്ചുമക്കളിലേക്ക്. അതുകൊണ്ടാണ് വായിക്കുന്നത്, വാഗ്ദത്ത ദേശത്ത് അവൻ ഒരു അന്യദേശത്ത് എന്നതുപോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതുവരെ കണ്ട വിശ്വാസവീരന്മാർ, അത് ഹാബേലിനെ പറ്റി കാണുമ്പോൾ ഹാബേൽ വിശ്വാസത്താൽ പെട്ടെന്ന് ഈ ലോകത്തിൽ അവൻ മാറ്റപ്പെടുകയാണ്. വിശ്വാസത്താൽ അവൻ യാഗമർപ്പിക്കുന്നു, പെട്ടെന്ന് അവൻ വിശ്വാസത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ജീവൻ നഷ്ടപ്പെടുകയാണ്. രണ്ടാമത്തെ വ്യക്തി ഹാനോക്കിനെ കാണുന്നു, അവൻ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടതുകൊണ്ട് അവനെ മരണം കൂടാതെ ദൈവം അവനെ എടുക്കുകയാണ്. അടുത്ത വ്യക്തി, അവൻ്റെ കൂടെ ജീവിച്ചവർ മുഴുവനും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി, പക്ഷേ അവൻ വിശ്വാസത്താൽ നിലകൊള്ളുന്നു. 3 തരത്തിലുള്ള അനുഭവങ്ങളെ കണ്ടത്. ഒന്ന്, വിശ്വാസത്തിന് വേണ്ടി നിന്നവൻ, അവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു, അവൻ മരണത്താൽ മാറ്റപ്പെടുന്നു. രണ്ടാമത്തെ ആൾ വിശ്വാസത്തിന് വേണ്ടി നിന്നതുകൊണ്ട് മരണം കാണാതെ മാറ്റപ്പെടുന്നു. മൂന്നാമത്തെ വ്യക്തിയെ നാം കാണുന്നു, അവൻ 100 കണക്കിന് മരണം കണ്ടുകൊണ്ട് വിശ്വാസത്താൽ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പെട്ടകത്തിലായിരിക്കുമ്പോൾ അവൻ കാണുന്ന കാഴ്ച ചുറ്റുപാടുള്ള സകല ജന്തുവർഗങ്ങളും മൃഗജാതികളും ഭൂമിയിലെ സസ്യങ്ങളും അപ്പോൾ തന്നെ മനുഷ്യജാതി മുഴുവനും നശിച്ചു പോകുന്നതാണ് കാണുന്നത്. ഇനിയും നാം കാണാൻ പോകുന്ന അബ്രഹാമിനെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ, ആ വേദവാക്യം നിങ്ങൾ ബൈബിൾ തുറന്നു വെച്ചിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നമുക്കതിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട്, ഈ ബൈബിൾ പഠനത്തിന് അനുഗ്രഹത്തിനായിട്ട് വായിക്കാമല്ലോ. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്നു. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരത്തിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും ഉത്തോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. സ്തോത്രം. താങ്ക് യു സിസ്റ്റർ. ഇവിടെ നമ്മൾ കാണുന്നത് അബ്രഹാമിനെ പറ്റി പറഞ്ഞ അവിടെ നിർത്തുകയല്ല. അബ്രഹാമിനെ പറ്റിയും സാറയെ പറ്റിയും ഇസഹാക്കിനെ പറ്റിയും യാക്കോബിനെ പറ്റിയും പിന്നീട് ജോസഫിനെ പറ്റിയും നാം കാണുകയാണ്. അപ്പം അബ്രഹാമിൻ്റെ ജീവിതം ശരിക്കും എന്തുകൊണ്ടാണ് ഹാനോക്കോ അല്ലെങ്കിൽ നോഹയോ അതിനു മുമ്പുള്ള ആരെയും വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കാത്തത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒന്നല്ല ഒരു കൂട്ടം അനുഭവത്തിലൂടെയാണ് വിശ്വാസത്തിൻ്റെ അനുഭവത്തെ മറ്റുള്ളവർക്കൊരു സാക്ഷ്യമായിട്ട് അബ്രഹാമിൻ്റെ ജീവിതം കാണിച്ചു നൽകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമ്മുടെ പഠനം പഴയ നിയമത്തിലെ കുറച്ച് കഥകൾ പഠിക്കുകയല്ല, പഴയ നിയമത്തിലെ വിവിധ അനുഭവങ്ങളെ എടുത്തുകൊണ്ട് എങ്ങനെയാണ് പഴയ നിയമ നീതിമാന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസ ജീവിതത്തിൽ മുന്നേറിയതെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് ഹീബ്രൂസ് ചാപ്റ്റർ 11 നാം കാണുന്നത്. അപ്പം വിളി കേട്ട് പുറപ്പെട്ട അബ്രഹാമിൻ്റെ വിശ്വാസം, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിളി കേട്ട് പുറപ്പെട്ട അബ്രഹാമിൻ്റെ വിശ്വാസം, അത് നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് വെക്കണം. അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. പൂർവ്വകാലങ്ങളിൽ ഈ മനുഷ്യർ ഒരു സ്ഥലത്ത് മാത്രം താമസിക്കുന്നവരായിരുന്നില്ല. കാലാവസ്ഥ മാറുമ്പോഴും പ്രകൃതിയിൽ മാറ്റം വരുമ്പോഴും ക്ഷാമം വരുമ്പോഴും ബൈബിളിൽ നമ്മൾ കാണുന്നതാണ്, അവർ ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് മാറി താമസിക്കും. ഇവർ ഈ മാറിപ്പോകുന്നതിന് മുമ്പ് ഇവരെ പറ്റിയുള്ള ചരിത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, അത് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. യാക്കോബ് മിസ്രൈമിൽ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അവൻ്റെ കുടുംബം മുഴുവൻ അങ്ങോട്ട് പോകുകയല്ല ചെയ്തത്, അവൻ്റെ മക്കളെ ഇത് അറിയുവാൻ വേണ്ടി അങ്ങോട്ട് അയക്കുകയാണ്. ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത കനാനിലേക്ക് പോകുമ്പോൾ ഈ ദേശത്തെപ്പറ്റി ഒന്ന് മനസ്സിലാക്കുവാനായി യാത്ര തിരിച്ചിട്ട് 12 പ്രഭുക്കന്മാരെ അത് ഉറ്റുനോക്കുവാനായി വിടുകയാണ്. അപ്പം നമ്മൾ ബൈബിളിലാകട്ടെ, നമ്മൾ സാമൂഹിക ചരിത്രത്തിലൂടെയുള്ള പഠനത്തിലാകട്ടെ, ആ കാലങ്ങളിൽ
ആരെങ്കിലും ഒരു സ്ഥലത്ത് നിന്നും പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് യാത്രയാകുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കുടുംബമായിട്ടും മൃഗസമ്പത്തോടുകൂടിയോ കുടുംബങ്ങളെല്ലാമായിട്ടോ യാത്രയാകുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുമെന്നറിയാമോ? അവരിൽ പ്രാപ്തരായ 1-2 ആളുകൾ ഈ സ്ഥലം പോയി കണ്ട് സാഹചര്യങ്ങളെ മനസ്സിലാക്കുവാനായി അവർ പോകുമായിരുന്നു. ഇതാണ് അതുവരെ ഉണ്ടായിരുന്ന ലോകവീക്ഷണം. ലോകത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് മാത്രമേ ആളുകൾക്കുള്ളൂ. പോകുന്ന വഴിയിലൊക്കെ അബ്രഹാമിനോട് ചോദിക്കുന്ന ഈ ആളുകൾക്കുള്ള മറുപടി അബ്രഹാം നൽകുന്നത് തന്നെ ദൈവം വിളിച്ചിട്ടുണ്ട് എന്നും എങ്ങോട്ട് പോകുന്നു എന്നറിയാതെയാണ് അബ്രഹാം യാത്രയായത്. നോക്കണം, തൻ്റെ കൂടെ യാത്ര തിരിച്ചിരിക്കുന്ന തൻ്റെ ഭാര്യ, തൻ്റെ വീട്ടുകാർ, തൻ്റെ സഹോദരപുത്രൻ, അവൻ്റെ കൂടെയുള്ള ആളുകൾ, തൻ്റെ വീട്ടിൽ ജനിച്ചു വളർന്നതായ അഭ്യാസികളായ ആളുകൾ, കന്നുകാലികൾ, ഇവയെല്ലാം കൂടെ ഒരിക്കലും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിക്ക് ഇത്രയും കാര്യങ്ങളെ ഒരുമിച്ചെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഭവനത്തെ കൂട്ടിക്കൊണ്ടോ യാത്ര തിരിക്കുക എന്നുള്ളത് മാനുഷിക ചിന്തയിൽ ആർക്കും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് വേണം അബ്രഹാം ദൈവത്തെ അനുസരിച്ചത് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് അബ്രഹാമിനെ പറ്റി പറയുന്നതിന് മുമ്പ് പറയുന്നു, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ആ വാക്യത്തിന് ഒത്തിരി അർത്ഥമുണ്ട്, ഒത്തിരി ആഴമുണ്ട്. ഒന്ന്, തനിക്ക് അവകാശമായി കൊടുക്കുവാനിരിക്കുന്നൊരു ദേശമാണ്. അവകാശമായി കൊടുക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പിന്നീട് അബ്രഹാം കണ്ണുമടച്ച് വിശ്വസിച്ച് യാത്ര ചെയ്തു. പക്ഷേ അബ്രഹാമിൻ്റെ തലമുറകൾ പിന്നെ വരുമ്പോൾ അവർ ഈ പോകുന്ന ദേശത്തെപ്പറ്റി മനസ്സിലാക്കുവാൻ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ അവർ ഒറ്റുനോക്കുവാൻ ആളുകളെ വിട്ടായിരുന്നു. അപ്പോൾ അബ്രഹാം ഒരിക്കലും തൻ്റെ വീട്ടിൽ ഉള്ള എലയാസറിനെയോ തൻ്റെ വീട്ടിലുള്ള ബാല്യക്കാരെയോ ഒക്കെ തനിക്ക് വേണേൽ വിടാം. തൻ്റെ വീട്ടിൽ അഭ്യാസികളായ ആയുധമെടുത്ത് യുദ്ധം ചെയ്യുവാൻ തന്നെ കഴിവുള്ള ആളുകളുണ്ട്. ഇവരെ ഒന്നും ദൈവം തന്നോട് പറഞ്ഞപ്പോൾ അതിനു വേണ്ടി താൻ ഉപയോഗിച്ചില്ല. നോക്കണം, സാധ്യതകളെല്ലാം ഉണ്ടായിരുന്നിട്ടും ഇന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിശോധിക്കുവാൻ സ്വന്തമായി ഒരു ഹോസ്പിറ്റലുള്ളൊരു വ്യക്തിയാണെങ്കിൽ താൻ അതിലൊന്നും പോകാതെ താൻ എനിക്കുള്ള പ്രയാസങ്ങളെ പരിഹരിക്കുവാൻ ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് വിടുതലേറ്റെടുക്കുന്നത് പോലെ തനിക്ക് സംവിധാനങ്ങൾ മുഴുവനും ഉണ്ടായിരുന്നു. തനിക്ക് ആളുകളെ ഉപയോഗിച്ചോ വ്യക്തികളെ ഉപയോഗിച്ചോ ഒക്കെ പരിശോധിക്കാമായിരുന്നു. പക്ഷേ ദൈവം തന്നോട് പറഞ്ഞതിനെ താൻ പൂർണ്ണമായി വിശ്വസിച്ചു. ഒന്ന്, നമുക്കവിടെ കാണാൻ കഴിയുന്നത് അബ്രഹാമിൽ കാണുന്ന കാര്യം, വിളി കേട്ട് പുറപ്പെട്ട വിശ്വാസമുള്ള അബ്രഹാം. ഒന്നാമത്തെ കാര്യം അതാണ്, തന്നെ വിളിച്ചപ്പോൾ താൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. വിളിക്കുന്ന സമയം നോക്കണം, ഏകദേശം 10-75 വയസ്സ് പ്രായമുള്ള ഈ മനുഷ്യനെ കർത്താവ് വിളിക്കുമ്പോൾ അവൻ എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ, ഈ പ്രായം കൂടുമ്പോൾ ഒത്തിരി ലോകത്തിൻ്റെ അറിവുകൾ വർദ്ധിക്കും. ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ വിളിച്ചാൽ പെട്ടെന്ന് വരും. ഒരു 75 വയസ്സുള്ളൊരു വ്യക്തിയെ വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ ഒത്തിരി തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ഒരിക്കൽ പോലും എൻ്റെ മൃഗസമ്പത്തുകൾക്ക് എൻ്റെ കൂടെയുള്ളവർക്ക് താമസിക്കുവാൻ സ്ഥലം ലഭിക്കുമോ, അവിടെയുള്ളവർ ക്രൂരന്മാരാണോ, ദൈവമാണ് പറഞ്ഞതെങ്കിൽ, ദൈവമക്കളെ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഞാൻ എന്നോട് തന്നെ പറയുന്നു, ദൈവം പറയുന്നതിനെ നാം പൂർണ്ണമായി വിശ്വസിക്കുക. ദൈവവചനത്തിൽ നാം ആശ്രയം വയ്ക്കുക. ദൈവം നമ്മെ നടത്തുവാൻ ശക്തിയുള്ളവനും കഴിവുള്ളവനുമാണ്. പ്രിയരെ, ഇന്ന് രാത്രിയിൽ കർത്താവിനുള്ള ആശ്രയം അത് നമ്മുടെ ബുദ്ധിക്ക് വിട്ടുകൊടുക്കരുത്. ബുദ്ധിക്ക് വിട്ടുകൊടുത്താൽ ബുദ്ധി പറയും ഇങ്ങനെ പോയിട്ടുള്ളവർക്ക് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
അബ്രഹാമിൽ നമുക്ക് ഒന്നാമത് പഠിക്കാൻ കഴിയുന്ന കാര്യം, ദൈവം അവനോട് യാത്ര, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം അബ്രഹാമിനോട് പുറപ്പെടാൻ പറഞ്ഞു. 2, മുഴു യാത്രാ മാർഗവും ദൈവം അവനോട് വിശദീകരിച്ചില്ല. അബ്രഹാമിന് അറിയാമായിരുന്ന കാര്യം ഒന്ന് മാത്രമാണ്, ദൈവം വിളിച്ചു. അബ്രഹാമിന് അറിയാത്ത കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്ക് പോകുന്നു എന്ന് അബ്രഹാമിന് അറിയത്തില്ലായിരുന്നു. അപ്പം ദൈവം അവനോട് പറഞ്ഞ കാര്യത്തെ അബ്രഹാം എന്ത് ചെയ്തു? അപ്പം നമുക്ക് ഈ വിശ്വാസം, അബ്രഹാമിൻ്റെ ഈ വിശ്വാസത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന പാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം വിശ്വസിക്കാം എന്നുള്ളതല്ല വിശ്വാസം. ദൈവത്തെ വിശ്വസിച്ച് അനുസരിച്ച് മുൻപോട്ട് പോകുന്നതാണ് യഥാർത്ഥ വിശ്വാസം. ഈ ലോകത്തിലുള്ള സകലത്തെയും മനസ്സിലാക്കി വിശ്വസിക്കാനിരുന്നാൽ ഈ ലോകത്തിൽ എത്രയോ മനുഷ്യരുണ്ടങ്ങനെ. സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി ദൈവം പറയുന്നതിനെ പൂർണ്ണമായി വിശ്വസിച്ച അബ്രഹാം. ഇനി 2, അബ്രഹാമിനെ പറ്റി കാണുന്നു. അബ്രഹാമിനെ പറ്റി കാണുന്നു, രണ്ടാമത് അബ്രഹാം ദേശത്ത് താമസിച്ച് വിശ്വാസം തെളിയിച്ച അബ്രഹാം. 1, വിളി കേട്ടപ്പോൾ യാത്ര പുറപ്പെടുവാനുണ്ടായിരുന്ന വിശ്വാസവും. 2, അന്യദേശത്ത് അവൻ വിശ്വാസത്തോടുകൂടെ താമസിച്ചു. അന്യദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം യാത്ര ചെയ്ത് അന്യദേശമാകുന്ന വാഗ്ദത്ത കനാനിലെത്തി. അവിടെ ചെന്നപ്പോഴും താൻ വീണ്ടും ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത്? വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്നതുപോലെ ചെന്ന്, ശരിക്കും വാഗ്ദത്ത ദേശത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അത് പിന്നെ സ്വന്തം ദേശമായി മാറണം. അവിടാണ് വാഗ്ദത്ത ദേശം എന്ന് പറഞ്ഞാൽ പ്രോമിസ്ഡ് ലാൻഡ്, ദ ലാൻഡ് ദാറ്റ് ഗോഡ് ഈസ് ഗോയിങ് ടു ഗീവ് ഹിം. ഹി ഓൾറെഡി എൻറ്റേർഡ് ഇൻ ടു ദ പ്രോമിസ്ഡ് ലാൻഡ്. അവിടെയുള്ളൊരു നേറ്റീവായ ആളിനെ പോലെ തനിക്ക് ജീവിക്കാം. പക്ഷേ അവിടെയും തൻ്റെ മനോഭാവം നമ്മൾ കാണുന്നത്, എനിക്കിവിടെ ജീവിക്കുവാനും വിശ്വാസം ആവശ്യമാണ്. നമുക്ക് സ്വന്തമല്ലാത്തൊരു രാജ്യത്താണ് താമസിക്കുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നും മാറിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരും. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും മാറ്റം വരും. മറന്നു പോകരുത്, ഈ രാജ്യത്ത് താമസിക്കുവാനും നമുക്ക് വിശ്വാസം ആവശ്യമാണ്. നമ്മൾ എവിടെയായിരുന്നാലും അബ്രഹാം താൻ വാഗ്ദത്ത ദേശത്ത് ചെന്നപ്പോൾ തനിക്ക് വാഗ്ദത്തം പ്രാപിച്ചല്ലോ, ഇനിയും എനിക്ക് സുഖമായി ജീവിക്കാമല്ലോ എന്ന് താൻ ചിന്തിച്ചില്ല. ഇനിയും എങ്ങനെ ഈ രാജ്യത്ത് താമസിക്കാം എന്നല്ല താൻ ചിന്തിച്ചത്. അവൻ ആ അന്യദേശത്ത് എന്ന പോലെ, വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്ത്. ഇതിൽ ചില കാര്യങ്ങളുണ്ട്. വാഗ്ദത്ത ദേശത്ത് അന്യദേശത്ത് എന്ന പോലെ, നമ്മൾ എവിടെ അന്യദേശത്ത്, നമ്മളൊരു അന്യദേശത്തിരിക്കുമ്പം നമ്മൾ അന്യദേശത്തിരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മുടെ ദേശം ഇതല്ലെന്നും നമുക്ക് മറ്റൊരു ദേശമാണ് നമുക്കുള്ളതെന്നും നമുക്ക് ബോധമുള്ളപ്പോഴാണ് അത് അന്യദേശമായി മാറുന്നത്. ഒന്നുകൂടെ പറയട്ടെ, ഒരു രാജ്യത്ത് നമ്മൾ പോയി പാർക്കുമ്പം അത് നമുക്ക് അന്യദേശമെന്ന് തോന്നുന്നത് നമുക്ക് ആ ദേശം നമുക്ക് സ്വന്തമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയും എനിക്ക് മറ്റൊരു ദേശമാണ് എൻ്റെ സ്വന്തം ദേശമെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് അത് അന്യദേശമാകുന്നത്. അപ്പോൾ അബ്രഹാം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തനിക്ക് ഇതിനപ്പുറം ഒരു വാഗ്ദത്തമുണ്ട് എന്നുള്ളൊരു വിശ്വാസവും, അത് മാത്രമല്ല വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും, നോക്കണം, ഈ മക്കളോടുള്ള ബന്ധത്തിൽ ഈ വാഗ്ദത്തത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാരും ഈ ദേശത്ത് ചെല്ലുന്നതല്ല വാഗ്ദത്തമെന്ന് തിരിച്ചറിഞ്ഞു. വാഗ്ദത്തത്തിന് അവകാശി അബ്രഹാമായിരുന്നു. രാജ്യം കാണിക്കാൻ പോകുന്നു, നീ അങ്ങോട്ട് ചെല്ലുക. മക്കളോടുള്ള ബന്ധത്തിൽ അത് വാഗ്ദത്ത ദേശത്ത് അപ്പനോട് കൂടെ അങ്ങ് യാത്ര ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, അവരുടെ പ്രോമിസ് അതുകൊണ്ട് തീരുന്നില്ല. ദൈവമക്കളെ, നമുക്കൊരു പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കിട്ടിക്കഴിയുമ്പം എന്നിലുള്ള പ്രോമിസ് കംപ്ലീറ്റ് ആയി എന്ന് ആരും ചിന്തിക്കരുത്. നമ്മളിൽ ദൈവം പറഞ്ഞ നിരവധിയായ വാഗ്ദത്തങ്ങൾ പൂർണ്ണമാകാനുണ്ട്.
ഏറ്റവും വലിയ ഭാഗ്യകരമായ വാഗ്ദത്തം നമുക്ക് പുത്രത്വം നൽകി നമ്മെ തേജസ്കരിക്കുമെന്നുള്ള വാഗ്ദത്തമാണ്. നമ്മുടെ ഗ്ലോറിഫിക്കേഷനാണ്. നമ്മൾ ഈ ഭൂമിയിൽ മാത്രം പ്രത്യാശയുള്ളവരാണെങ്കിൽ ഈ ഭൂമിയിലുള്ളവ മനുഷ്യരെ പോലെ മാത്രമേ നാം ഉള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത് ലേഖനത്തിൽ 1 കൊരിന്ത്യർ 15 പറയുന്നത്, നിങ്ങൾ ഈ കാലത്തിൽ മാത്രം പ്രത്യാശയുള്ളവരാണെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരത്രേ. നമുക്കൊരു ഭാഗ്യകരമായ പ്രത്യാശ കർത്താവ് തന്നിട്ടുണ്ട്. അബ്രഹാം വാഗ്ദത്തം പ്രാപിച്ച് ആ പ്രോമിസിലൂടെ യാത്ര ചെയ്തു. പ്രോമിസ് പ്രാപിച്ചിട്ടും കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നമുക്ക് വി ഹാവ് മോർ പ്രോമിസസ്, നമുക്ക് ഒത്തിരി പ്രോമിസുകൾ ഇനിയുമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത്, കുഞ്ഞെ നമ്മൾ വാഗ്ദത്ത ദേശത്തെത്തി എന്ന് പറഞ്ഞ് അവരെ നിർത്തുകയല്ല, വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ആ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം പിടിച്ചടക്കുക, കുറച്ച് പിടിച്ചടക്കുക, നേടിയെടുക്കുക എന്നും ആയിരുന്നില്ല അബ്രഹാമിൻ്റെ വാഗ്ദത്തം. കൂടാരത്തിൽ പാർത്തുകൊണ്ട്, കൂടാരത്തിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഒരു വാഗ്ദത്ത കൂടാരം തനിക്ക് വേണ്ടി, ഒരു പട്ടണം ദൈവം തനിക്ക് വേണ്ടി പണിയുന്നത് തൻ്റെ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുത്ത വിശ്വാസമായിരുന്നു അബ്രഹാമിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹാബേലിനോ ഹാനോക്കിനോ നോഹയ്ക്കോ തലമുറയിലേക്ക് കൈമാറാൻ കഴിയാതിരുന്ന ഒരു വലിയ വിശ്വാസാനുഭവമാണ് അബ്രഹാം തൻ്റെ മക്കളിലേക്ക് കൈമാറിയത്. അപ്പം ഹാനോക്കും നോഹയും ഹാബേലും വിശ്വാസത്തിൽ കുറഞ്ഞവരെന്നുള്ളതല്ല, അവർക്ക് ദൈവം കൊടുത്ത, ഒരാൾക്ക് ദൈവം കൊടുത്ത വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് യാഗമർപ്പിക്കുക എന്നുള്ളതായിരുന്നു വിശ്വാസത്തോടെ. മറ്റൊരു വ്യക്തിക്ക് ദൈവം കൊടുത്തത് മരണം കാടാതെ എടുക്കപ്പെടുമെന്നുള്ളൊരു വിശ്വാസമായിരുന്നു. മൂന്നാമത്തെ വ്യക്തി എല്ലാവരും വെള്ളത്തിൽ മരിച്ചാലും ഞാൻ മരിക്കത്തില്ല എന്ന് പറഞ്ഞ ഒരു വിശ്വാസാനുഭവമായിരുന്നു. ഒന്നാമത്തെ വ്യക്തിക്ക് വിശ്വാസാനുഭവം മാത്രമല്ല, താൻ വിശ്വാസത്തോടെ യാഗം, ഒരു പ്രവൃത്തി ചെയ്തു. രണ്ടാമത്തെ വ്യക്തിക്കും അവൻ വിശ്വാസത്തോടെ ജീവിച്ചു എന്ന് മാത്രമല്ല, അവൻ വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നടന്നു. മൂന്നാമത്തെ വ്യക്തിയാകുന്ന നോഹ ഒരു പ്രവൃത്തി ചെയ്തു, ദൈവം പറഞ്ഞതിനനുസരിച്ച് ഒരു പെട്ടകം അവൻ പണിതു. നാലാമത്തെ വ്യക്തിയാകുന്ന അബ്രഹാം ചെയ്തത്, അവൻ സകല കുടുംബവുമായി അവൻ ദൈവം കാണിക്കാൻ പോകുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു. ഒരു യാത്രയുടെ കണ്ടിന്യൂറ്റി നമ്മളവിടെ കാണുകയാണ്. ഒരു ദേശം വിട്ട് മറ്റൊരു ദേശത്ത് ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സെറ്റിൽഡായി എന്ന് താൻ ചിന്തിച്ചില്ല. നമ്മൾ ഈ രാജ്യത്ത് വന്നു, നമ്മളൊരു വീട് മേടിക്കുന്നു. നമുക്കൊരു വീടായി കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുന്നു വി ആർ സെറ്റിൽഡ് ഹിയർ. ഒരു വീട് മേടിക്കുമ്പോൾ നാം സെറ്റിലാകുന്നില്ല. ദൈവമക്കളെ, ദൈവം ശില്പിയായി ഇരിക്കുന്ന അടിസ്ഥാനമുള്ള ഒരു വലിയ നഗരം നമുക്കുണ്ട്. ഒരു വാഗ്ദത്ത കനാൻ നമുക്കുണ്ട്. നമുക്ക് ഈ ഭൂമിയിൽ മാത്രം പ്രത്യാശയും ഈ ഭൂമിയിൽ മാത്രം പ്രതീക്ഷയുള്ളവരുമായി ജീവിക്കുവാനല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് നമുക്കൊരു വലിയ ഗ്രേറ്റർ പ്രോമിസ് കർത്താവ് നൽകിയിട്ടുണ്ട്. അബ്രഹാമിന് ദൈവം കൊടുത്തത് കനാനിലേക്ക് പോകാനുള്ള വാഗ്ദത്തമായിരുന്നുവെങ്കിൽ അബ്രഹാം അതിനെ എന്ത് ചെയ്തെന്നറിയാമോ? മക്കളിലേക്ക് കൈമാറി. പിന്നെ അബ്രഹാം തനിക്ക് ആവശ്യമുള്ളിടത്തെല്ലാം ഈ വിശ്വാസത്തെ ഉപയോഗിക്കുകയാണ്. അബ്രഹാമിന് ദൈവം കൊടുത്തു ഒരു ദേശത്തെ പറ്റിയുള്ളൊരു ഒരു വിളി. അവൻ അതിനുശേഷം മക്കളുടെ വിഷയം വന്നപ്പോഴും അവൻ അതിനെ ഉപയോഗിച്ചു. കൊച്ചുമക്കളുടെ വിഷയം വന്നപ്പോഴും അവൻ ആ വിശ്വാസത്തെ ഉപയോഗിച്ചു. തനിക്ക് ലഭിച്ച മകനെ യാഗമായി അർപ്പിക്കാൻ പറഞ്ഞപ്പോൾ അവൻ അതിനെ ഉപയോഗിച്ചു. തൻ്റെ യാത്രയിൽ ഏതൊക്കെ അനുഭവങ്ങൾ ഉണ്ടായോ അവിടെല്ലാം അബ്രഹാം ഈ വിശ്വാസത്തെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് 10 അവസാന വാക്യത്തിൽ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പം വിശ്വാസത്താൽ മരിച്ച ഒരു മനുഷ്യനെ നാം കാണുന്നു. വിശ്വാസത്താൽ മരണം കൂടാതെ എടുക്കപ്പെട്ട മനുഷ്യനെ കാണുന്നു. വിശ്വാസത്താൽ അനേകരുടെ മരണം കണ്ടിട്ടും തനിക്ക് അതിൽ നിന്ന് വിടുതൽ ലഭിച്ച നോഹയെ പറ്റിയും കാണുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് ജീവിതത്തിൽ ഏതനുഭവങ്ങൾ വന്നാലും തനിക്ക് ദൈവം കൊടുത്ത വിശ്വാസത്തെ താൻ അതിനായി ഉപയോഗിക്കുകയാണ്. ഇതാണ് ഏബ്രഹാം ആൻഡ് ഫാമിലി എന്ന് പറയുന്നത്.
ഒരു വലിയ പാഠമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് നമ്മെ നയിച്ച, അല്ലെങ്കിൽ യേശുക്രിസ്തുവാകുന്ന ആ വിശ്വാസത്തിലേക്ക് നാം നയിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കാവശ്യമുള്ള എല്ലാ മേഖലകളിലും നമുക്ക് നിസ്സംശയം ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ ആഴമാണ് ഈ വിശ്വാസം. നമ്മളെപ്പറ്റി നെഗറ്റീവ് പറയുമ്പോഴും, നമ്മളെ ക്ഷീണിപ്പിക്കുമ്പോഴും, നമുക്കിനിയും അത് നേടിയെടുക്കാൻ കഴിയത്തില്ലെന്ന് പറയുമ്പോഴും, നീ ഒരു പരാജയമാണെന്ന് പറയുമ്പോഴും, നീ ഒരു തോൽവിയാണെന്ന് പറയുമ്പോഴും, നിനക്കിനിയും ഒരു വിജയം ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴും, നിന്റെ ജീവിതം ഇനിയും ഇതുകൊണ്ട്, എൻ്റെ ജീവിതം ഈ രോഗം കൊണ്ട് തീർന്നു പോകുമെന്ന് പറയുമ്പോഴും, ഈ രോഗം എന്നെ കൊന്നുകളയുവാനുള്ള രോഗമാണെന്ന് പറയുമ്പോഴും പ്രത്യാശയോടെ പറയണം, എൻ്റെ ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായ ദൈവമാണ്. പ്രിയരെ, ഇന്ന് രാത്രികാലം ഈ ബൈബിൾ സ്റ്റഡിയിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് ദൈവാത്മാവി പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് ദൈവം മുന്നേറുവാൻ നൽകിയിരിക്കുന്ന ഒരു ശക്തിയാണ് കർത്താവിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. അതാണ് ഒരു അബ്രഹാമിന് ദൈവം നൽകിയ ഒരു വലിയ വാഗ്ദത്തത്തിൻ്റെ ഒരു ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അബ്രഹാമിന് കനാനിലെത്തിയപ്പോൾ തനിക്ക് പാലും തേനും ഒഴുകുന്ന, അല്ലെങ്കിൽ മനോഹരമായ ഒരു വാഗ്ദത്ത ഭൂമി തനിക്ക് ലഭിച്ചു. കനാൻ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ദൃഷ്ടി കനാനിൽ മാത്രമായിരുന്നില്ല. അവൻ ദൈവം ഒരുക്കുന്ന നിത്യമായ ഒരു വാഗ്ദത്തമായ കൂടാരത്തെയും ഒരു നഗരത്തെയും അവൻ പ്രതീക്ഷിച്ചു. ഞാനിങ്ങനെ സിമ്പിളായിട്ട് നിങ്ങളോട് പറയാം, ദൈവം അവനെ വിശ്വാസത്തോടെ ഈ സ്ഥലത്ത് കനാനിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പം, കനാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലപുഷ്ടമായ നാടാണ്. അവിടെ നമുക്കറിയാം, വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന ഒരു പ്രാണിയാണ്, അല്ലെങ്കിൽ ഒരു ഫ്ലൈ ആണ് ഹണി ബി. ഈ രാജ്യത്തെ പ്രത്യേകിച്ച് കനാനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രത്തോളം ഫലപുഷ്ടമായി പൂക്കളും മരങ്ങളും ധാരാളം ഉണ്ടായി ഇരിക്കുന്ന ഈ സ്ഥലത്തെ പൂമ്പൊടികൾ എടുത്തുകൊണ്ട് തേനീച്ച തേൻകൂടുകളിലേക്ക് കൊണ്ടുവച്ചിട്ട് പാറക്കെട്ടുകളിൽ നിന്ന് ചൂടുകാലങ്ങളിൽ പാറയുടെ പിളർപ്പുകളിലൂടെ തേൻ ഒഴുകുമായിരുന്നു. ഈ പലസ്തീനിൽ പശുക്കൾ മേയിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഈ ഇത്രയും ഫലപുഷ്ടമായ നാട്ടിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്ന, രാവിലെ കറന്ന വൈകിട്ട് അതിൻ്റെ പാലെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത്രയും ഫലപുഷ്ടമായ നാട്ടിൽ നിൽക്കുന്ന ഈ പശുക്കളിൽ നിന്ന് അതിൻ്റെ പാല് മിൽക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും? അത് ആ ഗ്രാസിൽ, ആ പാസ്റ്ററിൽ അത് വീഴും. പാലും തേനും ഒഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഫലപുഷ്ടിയെ കാണിക്കുകയാണ്. തനിക്കവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ തൻ്റെ മനസ്സിൽ വന്ന വിശ്വാസത്തിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ്, എനിക്ക് ഈ ദേശം തരുവാൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ദൈവം. അന്ന് സ്പൈകളായിട്ടോ ഒറ്റുകാരായിട്ടോ അല്ലെങ്കിൽ മുന്നേ ഒന്ന് ചെന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് എലയാസാറിനെയോ തൻ്റെ വീട്ടിൽ ജനിച്ചു വളർന്ന ഏതെങ്കിലും ഒരു ദാസനെയോ വിട്ടാൽ പോലും അവന് കണ്ടെത്തിത്തരാൻ കഴിയാത്തതായ ആഴവും ആ മനോഹരവുമായ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദേശത്തേക്ക് തന്നെ കൊണ്ടുവന്നപ്പോൾ തൻ്റെ കണ്ണ് അതിൽ പതിയാതെ തന്നെ ഇവിടെ കൊണ്ടുവന്ന ദൈവത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നു. എൻ്റെ ആയുസ് കുറച്ച് നാൾ കഴിയുമ്പം തീർന്നു പോകും, മരിച്ചു പോകും. പക്ഷെ ഇനിയും ദൈവം അപ്പം എന്നെ ഇനി കൊണ്ടുപോകാൻ പോകുന്ന ദേശം അതെത്ര സുന്ദരമായിരിക്കും. വളരെ സിമ്പിളാണ്. ഊഷ്ണമായ അല്ലെങ്കിൽ ഒരിക്കലും ഫലവത്തല്ലാതിരുന്ന ഒരു ദേശത്ത് നിന്ന്, വരണ്ട ഒരു നിലത്തു നിന്ന് ഫലപുഷ്ടമായ ഒരു സ്ഥലത്തേക്ക്, ഈ ഉഷര മരുഭൂമികളിലൂടെയൊക്കെ യാത്ര ചെയ്ത് മെസപ്പൊട്ടോമിയയിൽ നിന്ന് താൻ ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു വാഗ്ദത്ത ദേശത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യൻ്റെ അറ്റൻഷൻ മുഴുവനും അതിലേക്ക് പോകേണ്ടതാണ്. ഈ മനുഷ്യനൊരു കൊച്ചിനെ കിട്ടാതിരുന്നിട്ട് 100 വയസ്സായി കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ അവൻ്റെ ശ്രദ്ധ മുഴുവനും ആ കുഞ്ഞിൽ പോകേണ്ടതാണ്. പക്ഷെ ദൈവം അവനോട് ആ കുഞ്ഞിനെ ചോദിച്ചപ്പോൾ അവൻ തിരിച്ചു കൊടുത്തെങ്കിൽ ഈ ദേശത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടിലും അങ്ങനെ തന്നെയായിരുന്നു. അവനെ കൊണ്ടുവന്ന ദേശത്തേക്ക് അവൻ ആ ദേശത്തിൻ്റെ പൂക്കളോ മനോഹരമായ
ഞാൻ ഇന്നത്തെ പ്രസംഗത്തിന് മുമ്പ് ഞാൻ ഓർത്തു, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ, പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ആ പുഷ്പങ്ങളൊക്കെ വരണമല്ലോ. എത്ര മനോഹരമായ രീതിയിലായിരിക്കാം ആ രാജ്യമുണ്ടായിരുന്നത്. അന്ന് വലിയ പൊല്യൂഷനൊന്നും ഇല്ലല്ലോ. എത്ര മനോഹരമായി കിടക്കുകയാണ്. തനിക്ക് വേണമെങ്കിൽ ആ രാജ്യത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു പക്ഷേ കൂടാരമല്ല, തനിക്ക് ഇച്ചിരി കൂടെ ഉറപ്പുള്ള ഒരു വീട് തനിക്ക് പണിയാം. തൻ്റെ ശ്രദ്ധ ഭൗമികമായ കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ തൻ്റെ മക്കളിലേക്ക് ഈ ദൈവത്തെ പറ്റിയുള്ള വിശ്വാസാനുഭവം പകർന്നു കൊടുക്കുകയായിരുന്നു. പ്രിയരെ, യൂറോപ്പിലേക്ക് കടന്നു വന്ന നാം ഓരോരുത്തരും രാജ്യത്തിൻ്റെ ഭംഗിയിലോ ദേശത്തിൻ്റെ മനോഹരതയിലോ മയങ്ങി വീണുപോകാതെ ഈ രാജ്യത്തിൻ്റെ കറൻസിയുടെ വാല്യുവിൽ ആശ്രയിക്കാതെ നമ്മളിൽ ദൈവം നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ആഴം തലമുറയിലേക്ക് കൈമാറുവാൻ ഈ രാത്രികാലം ദൈവം നമുക്ക് നൽകുന്ന പ്രബോധനമാണ് ഈ ബൈബിൾ സ്റ്റഡി. ഇത് നാം തിരിച്ചറിയണം, ഇത് നാം മനസ്സിലാക്കണം. എൻ്റെ ദൈവത്തിന് ഞാൻ മഹത്വമർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഒരു കാര്യം, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയപ്പോൾ എങ്ങോട്ട് പോകുമെന്നറിയാതെ തൻ്റെ വിശ്വാസത്തോടെ പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് നൽകി തന്ന ദൈവത്തിന് ഇനിയും ശേഷിക്കുന്ന എൻ്റെ നാളുകളിൽ ദൈവം എന്നെ കൊണ്ടുപോകാൻ പോകുന്ന രാജ്യത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് ലഭിക്കുന്നു. പെട്ടെന്ന് എബ്രായ ലേഖന കർത്താവ് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി അവൻ കാത്തിരുന്നു. നോക്കണം, ഓരോരോ പഠനങ്ങൾ നമ്മൾ പൂർത്തീകരിക്കുമ്പം നമ്മുടെ ഉള്ളിൽ ആ പഠനങ്ങൾ പൂർത്തീകരിക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ചെല്ലുക. നിങ്ങളിൽ പലരും ഒരു പക്ഷേ വളരെ നാളുകളിലെ പ്രാർത്ഥനയ്ക്കും വളരെ നാളുകളിലെ ശ്രമത്തിനും ശേഷമാണ് ഒരു രാജ്യത്തേക്ക് വന്നെത്തിയിരിക്കുന്നത്. നമ്മളിൽ ഒരുപക്ഷെ ഇനി ഇവിടെ തന്നെ ജീവിച്ച് മുമ്പോട്ട് പോകാനാണ് ഒട്ടുമുക്കിയ ആളുകളും ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതും. പക്ഷേ ഇനിയും അബ്രഹാമിനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അബ്രഹാമിനും ഇതിലും ഫാർ ബെറ്ററായ അന്തരീക്ഷമുള്ള, തന്നെ സംബന്ധിച്ചിടത്തോളം ശാന്തവും സുന്ദരവും മനോഹരവും വിശാലവുമായ ഈ ദേശത്ത് തനിക്ക് പാർത്താൽ മതി. താൻ വീണ്ടും മറ്റൊന്നിനായി കാത്തിരിക്കുകയാണ്. അതിനെപ്പറ്റി ദൈവം അവനോട് വാഗ്ദത്തം ചെയ്തെന്നും നമ്മളവിടെ വായിക്കുന്നില്ല. മറ്റൊരു ദേശം കൊടുക്കാമെന്ന് നമ്മളവിടെ വായിക്കുന്നത്, കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരുന്നു. അവിടെ പറയുന്നത്, തനിക്ക് ഇത്രയും കാര്യം ദൈവം അവിടെ വന്ന് നൽകിയപ്പോൾ ഇനിയും ദൈവം തനിക്ക് വേണ്ടി പണിയുന്ന ഒരു പട്ടണത്തിലേക്ക് പോകാൻ അവൻ വിശ്വാസത്താൽ കാത്തിരിക്കുകയാണ്. ദൈവം നമ്മെ വിശ്വാസാനുഭവത്തിലേക്ക് വിളിച്ചു. കർത്താവ് എപ്പോഴും നമ്മളോട് വന്ന് പറയേണ്ട ആവശ്യമില്ല, നീ ഇതിന് നിൻ്റെ വിശ്വാസം ഉപയോഗിക്കുക എന്ന്. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നാം നമ്മുടെ യേശുക്രിസ്തുവാകുന്ന വിശ്വാസാനുഭവം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ അനുഭവങ്ങളിലും ആ കർത്താവിലുള്ള വിശ്വാസം നാം ഉപയോഗിക്കണം. എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട്, എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല, എൻ്റെ ദൈവം എന്നെ സൂക്ഷിക്കും. പെട്ടെന്ന് എബ്രായ ലേഖന കർത്താവ് ആ പട്ടണത്തെപ്പറ്റി പറഞ്ഞിട്ട് സാറയിലേക്ക് പോവുകയാണ്. നോക്കിക്കേ, നമുക്ക് നൽകുന്ന ഓരോരോ പാഠങ്ങൾ. ഒന്ന്, താൻ യാത്ര തുടങ്ങി. രണ്ട്, യാത്ര തുടങ്ങിയതിന് ശേഷം അവിടെ എത്തിച്ചേർന്നതിന് ശേഷവും അബ്രഹാമിലുണ്ടായിരുന്ന വിശ്വാസം. ആ വിശ്വാസത്തിന് ശേഷം പറയുകയാണ് ഒരു പട്ടണത്തിനായിട്ട് അവൻ കാത്തിരുന്നു. പിന്നെ നാലാമത്തെ കാര്യം പറയുന്നത് സാറയുടെ വിഷയമാണ്. സാറയ്ക്ക് എന്താ പറ്റിയത്? സാറയുടെ വിശ്വാസം. സാറ എന്ത് ചെയ്തു? സാറയുടെ ശരീരത്തിൻ്റെ ശക്തി പ്രസവത്തിന് അനുയോജ്യമല്ലാത്ത ഒരു കാലത്തായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ പ്രസവിക്കുവാൻ കഴിയാത്ത, ബലം നഷ്ടപ്പെട്ട ശരീരം നിർജീവമായ അനുഭവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷികമായി ഇനാക്റ്റീവായ ഒരു ബോഡി, ആ ബോഡിയിൽ മരണത്തോടടുത്ത ശരീരമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ, ഒരു സ്ത്രീയുടെ ആയുസ്സിൻ്റെ ഏറ്റവും മധ്യഭാഗത്ത് ഒരു മനുഷ്യൻ്റെ ആയുസ് 80 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഒരു 40s മുമ്പൊക്കെയാണ്, മിക്കവാറും 40-45 മുമ്പാണ് കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ജനിച്ചിരിക്കുന്നത്.
അപ്പോൾ സാറയുടെ പ്രായം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എറൗണ്ട് 89-90 ആകുന്നു. ഈ സമയത്താണ് 89-ലാണ് തനിക്ക് വാഗ്ദത്തം ലഭിക്കുന്നത്. അപ്പോൾ സാറ തൻ്റെ ശരീരത്തെ ഇഗ്നർ ചെയ്ത് വിശ്വസിച്ചൊന്നല്ല, വിശ്വാസത്താൽ എന്ത് ചെയ്തു? സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും ആ പ്രായത്തെ അവൾ റെക്കൺ ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പ്രായം കഴിഞ്ഞിട്ടും, ഞാനിപ്പം ചെറുപ്പമാണെന്നല്ല പറഞ്ഞത്, വിശ്വാസത്തോടെ പറയുകയാണ്, ഞാൻ ഇത്രയും പ്രായമായി, എന്നിട്ടും അവൾ വിശ്വാസത്താൽ എന്ത് ചെയ്തു? പുത്രോൽപാദനത്തിന് ശക്തി പ്രാപിച്ചു. ഇനിയും ഇത് സാധ്യമല്ല എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അവൾ എന്നാണെന്ന് വിശ്വസിച്ചത്? വാഗ്ദത്തം നൽകിയവൻ വിശ്വസ്തനെന്ന് അവൾ വിശ്വസിച്ചു. നമ്മളൊക്കെ വിശ്വസിക്കുന്ന പല മേഖലകളിലും നമ്മുടെ ശരീരത്തോട് വരുമ്പം പലപ്പോഴും നമുക്ക് പലതും വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം നമുക്ക് തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ അറിയാവുന്നത്. ഇവിടെ ഇരിക്കുന്ന, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ എബിലിറ്റിയും ഇന്നെബിലിറ്റിയും അറിയാം. നിങ്ങൾക്ക് എത്ര ഓടാൻ കഴിയുമെന്നറിയാം. നിങ്ങൾക്കിനി എത്രയും സ്റ്റെപ്പ് കയറാൻ കഴിയുമെന്നറിയാം. നിങ്ങൾ പലതും കണ്ടിട്ട് എനിക്ക് പറ്റത്തില്ലെന്നും പറഞ്ഞ് മാറി വരുന്നൊരവസ്ഥയുണ്ട്. ഇങ്ങനെ ഒരു റേസിലാണ് സാറയും നിൽക്കുന്നത്. സാറ വാഗ്ദത്തം കിട്ടി, ഒരു മകനെ കിട്ടുമെന്ന്. പക്ഷേ വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നെണ്ണി. നോക്കണം, അവരുടെ വീട്ടിൽ വാഗ്ദത്തം കർത്താവ് നൽകിയ, ദൈവം അബ്രഹാമിന് വാഗ്ദത്തം നൽകിയിട്ട് വാഗ്ദത്തം പൂർണ്ണമാകുന്നതിന് മുമ്പ്, 1 വർഷത്തിന് മുമ്പ് ദൈവത്തിൻ്റെ സന്ദർശനം അവിടെ ഉണ്ടായിട്ട് പറയുക, വരുന്ന വർഷം ഞാൻ ഇനിയും നിന്നെ സന്ദർശിക്കുമ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടാകും. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മളോട് പൂർണ്ണമാകാൻ പോകുമ്പോഴാണ് ദൈവം ചില വ്യക്തികളെയോ ചില ദൈവദാസന്മാരെയോ ദൈവദാസിമാരെയോ ദൈവവചനത്തെയോ നമുക്ക് വേണ്ടി അയച്ച് നമ്മളോട് ദൈവാത്മാവിൽ സംസാരിക്കുന്നത്. ഇന്ന് രാത്രികാലം ഇവിടെ എന്നെ കേൾക്കുന്ന ചിലരിൽ നിങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവിക വാഗ്ദത്തങ്ങൾ പൂർണ്ണമാകുവാൻ സമയം അടുത്തിരിക്കുന്ന ചിലരോരായി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം പറയുകയാണ്, വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് നാം എണ്ണണം. Reckon that the one who has given the promise is able to fulfill it. എനിക്ക് വാഗ്ദത്തം തന്നവൻ അത് പൂർണ്ണമാക്കുവാൻ കഴിവുള്ളവനെന്ന് ഞാൻ തിരിച്ചറിയുകയും വിശ്വസിക്കുകയും ചെയ്യണം. അവിടാണ് വിശ്വാസത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശ്വാസം ഒരിക്കലും സാഹചര്യം നോക്കി തീരുമാനിക്കുന്നതല്ല. സാഹചര്യം നോക്കിയാൽ വിശ്വസിക്കുവാൻ, സാഹചര്യം നോക്കിയാൽ പിന്നെ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ലല്ലോ. വളരെ യങ് ഏജിലാകുമ്പോൾ ഒരാൾ വന്ന് പറയുകയാണ്, നിനക്കൊരു മകൻ ജനിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ പുത്രോൽപാദനത്തിന് ശക്തി ഇല്ലാതിരുന്നിട്ടും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണി ശക്തി പ്രാപിച്ചു എന്നാണ് വായിക്കുന്നത്. അവിടെ ബുദ്ധി പറയുന്നു സാധ്യമല്ല, പക്ഷേ വിശ്വാസം പറയുന്നു കർത്താവിനാൽ എല്ലാവും സാധ്യമാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ ശക്തീകരണം ഉണ്ടായത്. ദൈവമക്കളെ, വിശ്വസിക്കുന്നവരിൽ ഒരു ദൈവത്തിൻ്റെ ശക്തീകരണം ഉണ്ടാകും. നമ്മൾ ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട്, വിശ്വാസത്തോടെ മുമ്പോട്ട് പോകുമ്പം നമ്മൾ അവർക്ക് എങ്ങനെ അവർക്ക് മുന്നേറാൻ കഴിയും. പക്ഷേ മനസ്സിലാക്കി, ദൈവത്തിൽ അവർ വിശ്വസിച്ച് കഴിയുമ്പം ദൈവം അവരെ ഓരോ ദിവസവും ബലപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകും. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ദൈവത്തിൻ്റെ ബലം ആവശ്യമാണ്? ദൈവത്തിൻ്റെ ബലം നമുക്ക് ആവശ്യമാണെങ്കിൽ ചിലപ്പം നമ്മുടെ എല്ലാ ബലങ്ങളും ഒരുപക്ഷെ നമ്മൾ ഇറക്കി വയ്ക്കേണ്ടി വരും. നമ്മൾ ഇറക്കി വയ്ക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ദൈവീയമായി അതിനെ മാറ്റപ്പെടുത്തും. ലാസറിൻ്റെ, മറിയയുടെയും മാർത്തയുടെയും വീട്ടിൽ ലാസറിലൂടെ ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടത് നാറ്റം വെച്ച് കഴിഞ്ഞപ്പോഴാണ്. ഒരുപക്ഷെ രോഗിയായി കിടന്ന സൗഖ്യമായിരുന്നുവെങ്കിൽ ഇത്രയും എല്ലാവരും അറിയത്തില്ലായിരുന്നു. കഫർന്നഹൂമിലേക്ക് പോയപ്പോൾ ഉണ്ടായതുപോലെ ഒരു ബാലനെ എഴുന്നേൽപ്പിച്ചതുപോലെ ആയിരുന്നുവെങ്കിൽ അവിടെയും ഇതിൻ്റെ ഇത്രയും വലിയ രീതിയിൽ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുകയില്ലായിരുന്നു. നമ്മളിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ ചിലപ്പോൾ നമ്മൾ ഒരു നാറ്റം വെച്ച അവസ്ഥയിലേക്കോ ഒരുപക്ഷെ ആരും മനസ്സിലാക്കാൻ കഴിയാത്തൊരു ആഴത്തിലേക്കോ നാം വീണു പോകുമ്പോഴാണ്
ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. സാറയുടെയും അബ്രഹാമിൻ്റെയും ജീവിതം അതായിരുന്നു. അപ്പോൾ നമ്മളിതെല്ലാം പഠിക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇവിടെ എബ്രായ ലേഖനകർത്താവ് ഇത് പറയാൻ കാരണം, ഒരു കൂട്ടം ആളുകൾ വിശ്വാസ അനുഭവത്തെ വിട്ട് പുറകോട്ട് പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് പറയുന്നത്, നമ്മുടെ മുമ്പിൽ ഒരു വിശ്വാസ സമൂഹമുണ്ട്, നമുക്കവരെ നോക്കാം. അവരെ നോക്കുമ്പോഴാണ് നമ്മൾ അബ്രഹാമിലേക്കും സാറയിലേക്കും വരുന്നത്. ഇനി നമുക്ക് നോക്കാം. അടുത്ത കാര്യം നമ്മൾ കാണുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം അതിൻ്റെ 13-ാമത്തെ വാക്യമാണ്. അതിനു മുമ്പ് നമ്മൾ 12-ാം വാക്യം ഒന്ന് വായിക്കാം. അതുകൊണ്ട് ഒരുവന്, മൃതപ്രായനായവന് തന്നെ, പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. എൻ്റെ ചോദ്യം, ഇത് അബ്രഹാമും സാറയും ജീവിച്ചിരുന്നപ്പോൾ കണ്ടോ? ഇവർക്ക് സാറ ജീവിച്ചിരുന്നപ്പോൾ ഈ വാഗ്ദത്വത്തെ കണ്ടോ? പെരുപ്പത്തിൽ വലിയൊരു ജനത്തെ, അതൊരു അലിഗോറിക്കൽ രീതിയിലാണ്. മണലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യനെ എണ്ണാൻ പറ്റും. പക്ഷേ അന്ന് ദൈവം പറയുകയാണ്, ഒരു വലിയ സമൂഹത്തെ നൽകുമെന്നാണ് പറഞ്ഞത്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും സയൻസിന് ആകാശത്തുള്ള എല്ലാ നക്ഷത്രങ്ങളെയും എണ്ണി തീർക്കാൻ പറ്റിയിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻന്യൂമറബിളായ, എണ്ണുവാൻ കഴിയാത്ത ഒരു വലിയ ഒരു കൂട്ടത്തെയാണ് അവിടെ പ്രതിദാനം ചെയ്യുന്നത്. എൻ്റെ ചോദ്യം, കുഡ് സാറ സീറ്റ്? സാറയ്ക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല, അബ്രഹാമിന് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇവർ എല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്നുകൊണ്ട്, നോക്കണം, ദൈവം ഒരു സ്ഥലം കൊടുത്തു. ഇവർ എല്ലാവരും, ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പം നമ്മൾ ഈ പറയപ്പെട്ട കുടുംബത്തെ പറ്റിയാണ് പറയുന്നത്. ഓൾ ദീസ് ഡൈഡ് ഇൻ ഫെയ്ത്ത്. അത് അബ്രഹാമിൻ്റെ കുടുംബത്തോടുള്ള വാഗ്ദത്തമാണ്. അപ്പോൾ ഓൾ ദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ പറഞ്ഞിരിക്കുന്ന ഹാനോക്കും ഹാബേലും നോഹയൊന്നുമല്ല, അബ്രഹാമും സാറയും പിന്നീടുള്ള തലമുറകളും അവർക്ക് വന്ന തലമുറകളൊക്കെ ഈ വാഗ്ദത്തത്തിൻ്റെ നിവർത്തി കാണാതെയാണ് അവർ മരിച്ചത്. അപ്പോൾ മരിക്കാൻ വിശ്വാസം ആവശ്യമാണ്. ആർക്കാണ് മരിക്കാൻ വിശ്വാസം ആവശ്യം? ഒരു വിശ്വാസം മുഴുവൻ നഷ്ടപ്പെടുമ്പോഴില്ലേ ആളുകൾ മരിക്കുന്നത്? ഈ ഭൂമിയിൽ സകലത്തിനുമുള്ള വിശ്വാസം എത്രയോ ആളുകളാണെന്നറിയാമോ? എനിക്ക് ഈ സിസ്റ്റത്തിൽ, ലോ ആൻഡ് ഓർഡറിൽ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു, പോലീസിൽ, എൻ്റെ നിയമപാലകരിൽ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു, എൻ്റെ കുടുംബത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, ഇനി ഞാൻ മരിക്കാൻ പോവുകയാണ്. പക്ഷേ അബ്രഹാം മരിക്കാൻ പോകുന്നത് ഭയങ്കര ഫെയ്ത്തിലാണ്. അവൻ വിശ്വാസത്തോടെ മരിക്കാൻ പോവുകയാണ്. എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു. ദൈവമക്കളെ, ഇതൊരു വലിയ അനുഭവമാണ്. 13-ാം വാക്യം, അവർ എല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ, വാഗ്ദത്തത്തിൻ്റെ ഫുൾഫിൽമെൻറ്റിനെ അച്ചീവ് ചെയ്യാതെ ദൂരത്ത് നിന്നതുകൊണ്ട് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അബ്രഹാം മരിച്ചത് അങ്ങനെയാണ്. കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുത്ത്, ഇങ്ങനൊരു ദേശമല്ല, ദൈവം നമുക്കൊരു ദേശം നൽകാൻ പോകുന്നു. പിന്നെ പറഞ്ഞു, മക്കളെ കൊടുത്തപ്പം പറഞ്ഞു, കടൽക്കരയിലെ മണൽത്തരി പോലെയും ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയും. അബ്രഹാമിൻ്റെ മകൻ വന്ന് എണ്ണി, അപ്പച്ച വാഗ്ദത്തം ചെയ്ത് ഇങ്ങനെ ഇല്ലയോ? അപ്പച്ചന് ഇത്രയും പ്രായമായില്ലയോ? ഇപ്പം ഞാനും പിന്നെ ദാസിമാർക്ക് ജനിച്ച കുറച്ച് കുഞ്ഞുങ്ങളും, അവരെ നമ്മുടെ വിരൽ കൊണ്ട് തന്നെ എണ്ണാൻ പറ്റുമല്ലോ. അബ്രഹാം പറഞ്ഞു, ഇല്ല കുഞ്ഞേ, ഇല്ലില്ല, ഇത് ഞാൻ നിങ്ങളിലേക്ക് കൈമാറുകയാണ്. നിങ്ങൾ അടുത്ത മക്കളിലേക്ക് കൈമാറണം. നമ്മൾ ഈ വിശ്വാസത്തോടെ വേണം മരിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മുടെ ഉള്ളിൽ കിടക്കണം. മരിക്കുവാൻ ഒരു വിശ്വാസം ആവശ്യമാണോ? യെസ്. ഈ ലോകത്തിൽ ഒരു വിശ്വാസധാരയിലും കാണാത്തൊരു കാര്യമാണ് മരണത്തിന് വിശ്വാസം ആവശ്യമാകുന്നു എന്ന ചിന്ത. ബൈ ഫെയ്ത്ത് ഓൾ ദിസ് ഫെയ്ത്ത് വാരിയേഴ്സ് ഡൈഡ്. അവരെല്ലാവരും വിശ്വാസത്താലാണ് മരിച്ചത്. എന്ത്? ഞങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായത് മാത്രമല്ല, ഇനിയും ഒത്തിരി തലമുറകളിലൂടെ പൂർണ്ണമാകാനുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ദൈവം നമ്മളോട് പറഞ്ഞ പല വാഗ്ദത്തങ്ങളും
നമുക്ക് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുവാനും, അതുമാത്രമല്ല നമ്മൾ ഒത്തിരി നാൾ നമുക്കറിയാം, പെന്തക്കോസ്ത് പ്രസ്ഥാനമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ എത്രയോ ആളുകൾ വിശ്വാസത്തോടെ നമ്മുടെ മർത്തോമ സഭയിലേക്ക് നോക്കി എബ്രഹാം അൽപ്പാൻ, അവരൊക്കെ നവീകരണത്തിന് കേരളത്തിൽ തിരികൊളുത്തിയ ആളുകളാണ്. മാർട്ടിൻ ലൂതറിനെ പോലെയുള്ള ആളുകൾ, വില്യം കേറിയെ പോലെയുള്ള ആളുകൾ, അവരൊന്നും അവരുടെ ജീവിതകാലത്ത് കർത്താവും മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് അവർ പ്രവർത്തിച്ചത്. ഞാനും നിങ്ങളും ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവ് മടങ്ങി വരും നമ്മുടെ ആയുസ്സിൽ തന്നെയാണ്. പക്ഷേ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമ്മൾ അടുത്ത തലമുറയിലേക്ക് വിശ്വാസം കൈമാറി നാം വിശ്വാസത്തോടെ മരിക്കും. നമ്മൾ അതിൻ്റെ ഫുൾഫിൽമെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ കണ്ടില്ല എങ്കിലും നാം നിരാശപ്പെടുന്നില്ല. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. പ്രിയരെ, ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മരിച്ചാലും നമ്മുടെ വാഗ്ദത്തം മരിക്കുന്നില്ല. കാരണം വാഗ്ദത്തം ചെയ്തവൻ അവൻ ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യനായ ദൈവമാണ്. അങ്ങനെയല്ലയോ നമ്മൾ വായിക്കുന്നത്? എബ്രായ ലേഖനം 13 അധ്യായം അതിൻ്റെ 8 വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് എവർ ടു ദി ഏജസ്. യേശു ക്രിസ്തു ഇന്നും ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. അപ്പം നമ്മൾ ചിന്തിച്ചു വരുന്ന ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഏതാ? ഈ വിശ്വാസത്തോടെ മരിച്ചവർ പറഞ്ഞല്ലോ ഒരു പ്രതിദേശം, ഒരു വാഗ്ദത്ത ദേശം അവർക്കുണ്ടെന്ന്. അങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് നാം കാണുന്നു. നോക്കണം. ഫോർ ദോസ് ഹു സേ സച്ച് തിങ്സ് മേക്ക് ഇറ്റ് ക്ലിയർ ദാറ്റ് ദേ ആർ സീക്കിംഗ് എ കൺട്രി ഓഫ് ദെയർ ഓൺ. ഇംഗ്ലീഷിൽ അത് ഇച്ചിരൂടെ എനിക്ക് തോന്നുന്നു നമുക്ക് ഇച്ചിരൂടെ മനസ്സിലാകുന്ന രീതിയിലാണ്. ഫോർ ദോസ് ഹു സേ സച്ച് തിങ്സ് മേക്ക് ഇറ്റ് ക്ലിയർ. ഇങ്ങനെ പറയുന്നവർ they make it clear that they are seeking a country of their own. അവർക്ക് സ്വന്തമായ ഒരു രാജ്യം. അപ്പോൾ അബ്രഹാമേ, നിങ്ങൾക്ക് കിട്ടിയത് സ്വന്തമായ രാജ്യമല്ലയോ? അത് ക്ഷണികമാണ്, മരണം കൊണ്ട് മാറ്റപ്പെടുന്നതാണ്. പക്ഷെ മരണം കൊണ്ട് മാറ്റപ്പെടാത്ത ഒരു രാജ്യം, മരണത്തിന് എടുത്തു കളയാൻ കഴിയാത്ത, അല്ലെങ്കിൽ മരണത്തിൻ്റെ ശക്തികൾക്ക് തൊടാൻ കഴിയാത്തൊരു രാജ്യമുണ്ട്. ആ രാജ്യത്തെപ്പറ്റി അവർ കാത്തിരിക്കുകയായിരുന്നു. അവർ വിട്ടുപോയതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. ഒരു വാക്യം, ആ വാക്യം നമ്മളെ ഒത്തിരി തൊടുന്ന വാക്യമാണ്. അവർ ഈ വാഗ്ദത്ത ദേശത്ത് വന്ന് കഴിഞ്ഞപ്പം, ഈ വാഗ്ദത്ത ദേശത്ത് വന്ന അബ്രഹാമിനും കുടുംബത്തിനും അവർ വിട്ടുപോയതിനെ അവർ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. ഈ നൊമാഡ്സ് എപ്പോഴും ഈ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് യാത്രയാകുന്ന അബ്രഹാമിൻ്റെ കാലത്തുണ്ടായിരുന്ന ആളുകൾ പൊതുവെ ചെയ്യുന്നത്, അവർ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ കാലാവസ്ഥ മാറുമ്പോൾ അവർ അവരുടെ സ്ഥലത്തേക്ക് മടങ്ങി വരും. ഇങ്ങനെ മാറിയും മാറിയുമൊക്കെയാണ്. അപ്പം അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുപോയതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ. അതിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരിപ്പം വിട്ടുപോയതിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അബ്രഹാം ചെയ്തത് വിട്ടുപോയതിനെ എന്നേക്കുമായി വിട്ടുകളഞ്ഞു. നമ്മുടെ പാസ്റ്റ്, നമ്മുടെ പൂർവ്വകാലം സംഭവിച്ചതിനെപ്പറ്റി നമ്മൾ ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അതിലേക്ക് പോയി ഒരു ദുരന്തമായി നാം മാറും. നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ട്. സൈറ്റൻ്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാസ്റ്റിലേക്ക് നമ്മളെ കൊണ്ടുപോയി നമ്മളെ ചിന്തിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ വാഗ്ദത്തവും വിശ്വാസവും ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം, നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ദൈവം നമ്മളെ ഒരുക്കുന്ന ഒരു മേഖല കർത്താവ് നമ്മളെ കാണിച്ചു തരും. അബ്രഹാം വാഗ്ദത്ത ദേശത്ത് വന്നപ്പോൾ അവൻ പഴയ കാര്യങ്ങളെപ്പറ്റിയല്ല ഓർത്ത് ജീവിച്ചത്. ഒരു പുതിയ ചാപ്റ്റർ ദൈവം തുറന്നു. എബ്രായ വിശ്വാസികളോട് പറയുകയാണ്,
അബ്രഹാം വിട്ടുപോയതിനെ ഓർത്തു എങ്കിൽ തലമുറകൾ മടങ്ങിപ്പോകുമായിരുന്നു. നമുക്കറിയാം, അബ്രഹാം അത് പല ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇസ്മയേൽ അവിടെയുള്ളവരെ വിവാഹം കഴിക്കുമ്പോൾ അബ്രഹാം തൻ്റെ ദാസനെ അയച്ച് തൻ്റെ മകന് വേണ്ടി ഒരു ഭാര്യയെ അന്വേഷിക്കുവാനായി മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവരെല്ലാവരും അവരുടെ ആളുകളിലേക്ക് ഇത്തരത്തിൽ കൂട്ടമായി ഒരുപക്ഷെ മടങ്ങിപ്പോകുവാനോ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പോകുവാനുള്ള ഒരു വ്യഗ്രത അവരിൽ പലപ്പോഴുമുണ്ട്. പക്ഷേ അബ്രഹാം ചെയ്തത് തൻ്റെ കണ്ണ് തനിക്ക് വാഗ്ദത്തം ചെയ്ത ദേശത്ത് മാത്രം നിൽക്കാതെ അതിനപ്പുറം ഒരു പിതൃദേശം, ഒരു പ്രോമിസ് ലാൻഡ് തനിക്കുണ്ട് എന്നുള്ളത് കാഴ്ചപ്പാടോടുകൂടെ അബ്രഹാം യാത്ര ചെയ്തു. അതുകൊണ്ട് എബ്രായ ലേഖനകർത്താവ് അവിടെ ഉണ്ടായിരുന്ന ഹീബ്രു ബിലീവേഴ്സിനോട് പറയുകയാണ്, ഇവരിലെല്ലാവരും അവർ വിട്ടുപോയതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തില്ല? അവർ വിട്ടുപോയതിനെ ഓർത്തില്ല. അത് മറന്നു പോകുവാൻ ഈ വിശ്വാസം അവരെ സഹായിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഈ തിന്മയും ബാഡ് എക്സ്പീരിയൻസും തിക്തവുമായ അനുഭവങ്ങളിൽ നമ്മുടെ പാസ്റ്റിലേക്ക് നമ്മളെ കൊണ്ടുപോയി നമ്മളെ തിങ്ക് ചെയ്യിപ്പിക്കുന്നതൊന്നും ഡിവൈൻ അല്ല, ദൈവികമല്ല. എപ്പോഴും സ്ട്രൈവ് ഫോർവേഡ്, മുമ്പോട്ട് തന്നെ പോകുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റിയോ നിങ്ങൾ പരാജയപ്പെട്ട മേഖലയെപ്പറ്റിയോ നിങ്ങൾ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ നിങ്ങൾക്ക് കരസ്ഥമാക്കുവാൻ കഴിയത്തില്ല. നമുക്ക് ഈ പാഠം നൽകുന്ന ഏറ്റവും ആഴമേറിയൊരു സന്ദേശം, ഇവരാരും എന്തു ചെയ്തില്ല? വിട്ടുപോയതിനെ ഓർത്ത് മടങ്ങി. അവരോ അധികം നല്ലതിനെ, സ്വർഗത്തിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. എന്താ സംഭവിക്കുന്നത്? അവരാരും മടങ്ങിപ്പോകാതെ അവിടെ നിന്നതുകൊണ്ട് ദൈവം അവർക്ക് വേണ്ടി ഒരു പെർമനൻ്റായ ഒരു സിറ്റി ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി. അവരതിനെ ദൂരത്ത് നിന്ന് കണ്ടു. എന്നിട്ട് പറഞ്ഞു, നാം ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാകുന്നു. ഒരുപക്ഷെ അന്ന് വാഗ്ദത്തം പ്രാപിച്ചവരിൽ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടും സന്തോഷത്തോടും സെറ്റിൽഡായെന്ന് പറയാൻ പറ്റുന്ന ഒരു കുടുംബം അബ്രഹാമിൻ്റെ കുടുംബമായിരുന്നു. They all stood together and said that this is not a permanent place for us. അവർ ദൂരത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള ഒരു നഗരത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നമ്മളതിൻ്റെ വാക്യങ്ങളിലേക്ക്. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ ലഭിക്കുന്ന ചിലത് മാത്രമല്ല. ഇന്നത്തെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ കാണുന്ന പല കാര്യങ്ങൾ ഇപ്പം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇപ്പം കർത്താവ് തരും. വിശ്വാസാനുഭവങ്ങളെല്ലാം കാണിക്കുന്നത് വിശ്വാസത്തെ നമുക്ക് പ്രാപിക്കാം. നിങ്ങൾ വിശ്വാസത്തോടെ പറ. അത് ശരിയാണ്, വിശ്വാസത്തോടെ നമ്മൾ പറയണം. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തെ അനുഭവത്തിൽ മുമ്പോട്ട് പോകുമ്പം വിശ്വാസത്തിലെ ഏറ്റവും വലിയ കാര്യമാകുന്ന കർത്താവിൻ്റെ മടങ്ങിവരവ് ഒരുപക്ഷെ നമ്മുടെ ഈ ആയുസ്സിൽ തന്നെ നമുക്ക് കാണണമെന്നില്ല. ഒരുപക്ഷെ ഇന്ന് സംഭവിക്കും, നാളെ സംഭവിക്കാം. ഒരുപക്ഷെ നമ്മുടെ മരണം ഈ ഭൂമിയിൽ സംഭവിക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ അനുഭവത്തോടു കൂടെ നമ്മൾ പ്രാപിക്കേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ ഗ്ലോറിഫിക്കേഷനാണ്. പ്രിയരെ, അത് നമ്മൾ റോമാലേഖനത്തിൽ കണ്ടതാണ്. അതിനായി കർത്താവ് നമ്മെ ഒരുക്കട്ടെ. അപ്പം വാഗ്ദത്തം ഒരു തലമുറയെ ഒരുക്കി, അതിൻ്റെ തുടർച്ച, അടുത്ത തലമുറ, പൂർണ്ണത, പിന്നീട് ഒരു തലമുറയിലേക്കും. ഇങ്ങനെയാണ് വിശ്വാസത്തെ അബ്രഹാം കൈമാറിയത്. അവരെന്ത് ചെയ്തു? 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവർ സമ്മതിച്ചു, അവർ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാകുന്നു. അവർ ഒരു നല്ല ദേശം അന്വേഷിച്ചു. 16-ാം വാക്യത്തിൽ വായിക്കുന്നു, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവർ ഏറ്റവും നല്ലതിനെയാണ് കാക്ഷിച്ചത്. നോക്കണം, അതുകൊണ്ട് അവർക്ക് ഈ ഭൂമിയിലെല്ലാം ലഭിച്ചില്ലെങ്കിലും അവരുടെ കണ്ണുകൾ അവർ നിത്യതയിലേക്ക് വെച്ചതുകൊണ്ട് നിത്യത അവർക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞു. അടുത്ത കാര്യം, ദൈവം
അവരുടെ ദൈവമെന്ന് പറയുന്നതിൽ ദൈവം ലജ്ജിക്കുന്നില്ല. എബ്രായർ 11:16 ആ വാക്യം ഓർത്തിരിക്കണം. ഹീബ്രൂസ് 11:16 ദൈവം അവരുടെ ദൈവം. എത്ര മനോഹരമായ വാക്കാണ്. അബ്രഹാം മരിച്ചു, ഇസഹാക്ക് മരിച്ചു, യാക്കോബ് മരിച്ചു, യോസഫ് മരിച്ചു, എന്നാൽ ദൈവം അവരുടെ ദൈവമായി ഇന്നും തുടരുന്നു. നമുക്കറിയാം, അബ്രഹാമിൻ്റെ ദൈവമേ, ഇസഹാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ എന്നൊക്കെ നമ്മൾ ബൈബിളിൽ അനേകർ പ്രാർത്ഥിച്ചതായി കാണുന്നു. അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെയും ദൈവം. അവരെല്ലാവരും മരിച്ചുവെങ്കിലും ദൈവം അവരുടെ ദൈവമായി ഇന്നും തുടരുന്നു. കാരണം അവർ മരിച്ചത് വിശ്വാസത്താലാണ്. അബ്രഹാം മരിച്ചത് വിശ്വാസത്താൽ, ഇസഹാക്ക് മരിച്ചത് വിശ്വാസത്താൽ. യോസേഫ് മറ്റൊരു ദേശത്താണ്. യോസേഫ് മരിക്കുന്നത്, യോസേഫ് പറയുകയാണ്, നമ്മൾ വരുന്ന ദിവസങ്ങളിൽ പഠിക്കും, ഞാനിവിടെ വെച്ച് മരിക്കുന്നു, എന്നാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു പുറപ്പാടുണ്ടാകും, നിങ്ങൾ അവിടേക്ക് പോകും. നമ്മുടെ വാഗ്ദത്ത പിതാക്കന്മാരുടെ ദേശത്തേക്ക് പോകുമ്പോൾ എൻ്റെ ശരീരവും എൻ്റെ അസ്ഥികളും ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകണം. നോക്കണം, ആ വിശ്വാസം ഫോറിൻ കൺട്രിയിൽ ചെന്നിട്ടും മറ്റൊരു രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററായി മാറിയിട്ടും the faith that was handed over to him was never, അത് മിസ്സായിട്ടില്ല, അതൊരിക്കലും അവനിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. ഇറ്റ് ഹാഡ് നെവർ ഗോൺ അവേ ഫ്രം ദ ചിൽഡ്രൻ ഓഫ് ഏബ്രഹാം. അതൊരിക്കലും തലമുറയിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. ഇന്ന് രാത്രിയിൽ അറിയണം, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കൈമാറാൻ കഴിയുന്നത് ഈ വിശ്വാസത്തിൻ്റെ അനുഭവമാണ്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന് പിന്നീട് വന്ന തലമുറകൾ വിളിച്ചു. കാരണം അവരെല്ലാവരും വിശ്വാസത്താലാണ് മരിച്ചത്. അബ്രഹാമിൻ്റെ ഏറ്റവും വലിയ പരീക്ഷ ഇസഹാക്കിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലാണ്, ഇസഹാക്കിനോടുള്ള ബന്ധത്തിലാണ്. 17 മുതൽ 19 വരെ നാം വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. നോക്കണം, ആ വാക്കി നോക്കണം. ഞാൻ ഇന്ന് ഈ അബ്രഹാമിൻ്റെ ഫാമിലി ഒന്ന് യോസഫ് വരെയുള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. ഹി സാക്രിഫൈസ്ഡ് ഹിം എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പഴയ നിയമത്തിൽ നമ്മളത് വായിക്കുമ്പോൾ കാണുന്നത്, യാഗമർപ്പിക്കാൻ പോയപ്പോൾ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു, അവൻ്റെ മകന് പകരമായി ഒരു ആടിനെ ദൈവം അവിടെ ഒരുക്കുന്നു. പക്ഷേ എബ്രായ ലേഖന കർത്താവ് പറയുന്നു, അവൻ്റെ മകനെ യാഗമർപ്പിച്ചു. അതെന്തുകൊണ്ടാണ് യാഗമർപ്പിച്ചു എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അബ്രഹാം അത് തൻ്റെ ഏത് ആക്ഷനും നടക്കുന്നത് ആദ്യം മനസ്സിലാണ്. ദൈവം അവനോട് പറഞ്ഞപ്പം ദൈവം പറഞ്ഞതിനെ അവൻ്റെ മനസ്സുകൊണ്ട് തന്നെ ഒന്നാമത്തെ ആക്ഷൻ ഉണ്ടായി. അവൻ ദൈവത്തിന് അർപ്പിച്ചു. നമ്മുടെ സ്നാനവും എങ്ങനെയാണ്? നമ്മൾ ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനത്തിൻ്റെ ബാഹ്യമായ പ്രകടനമാണ് വെള്ളത്തിൽ മുങ്ങുക എന്നുള്ളത്. ഹൃദയത്തിൽ തീരുമാനമെടുക്കാതെ വെറുതെ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാകുന്നില്ല. അപ്പം നോക്കണം, അബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോൾ തന്നെ അബ്രഹാം എന്ത് ചെയ്തു? ഹി ഓഫേർഡ് ഹിസ് സൺ. അവൻ്റെ മകനെ അവൻ യാഗമർപ്പിച്ചു. ദൈവമാണ് അബ്രഹാമിനോട് പറഞ്ഞത്, നിനക്കൊരു മകനെ തരുമെന്ന്. അതേ ദൈവമാണ് പറയുന്നത് ഇസഹാക്കിനെ അർപ്പിക്കുവാൻ. മനുഷ്യബുദ്ധിക്ക് ഇതൊരു വിരോധാഭാസമായി തോന്നാം. എന്നാൽ അബ്രഹാം ദൈവത്തിൻ്റെ സ്വഭാവം അറിഞ്ഞിരുന്നു. എങ്ങനെയാണ് അറിഞ്ഞിരുന്നത്? ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ തൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. അപ്പം തനിക്കൊരു ദേശം കിട്ടിയപ്പോൾ തന്നെ അവൻ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നു. പക്ഷേ മകനെ കൊടുത്തപ്പോഴും അബ്രഹാമിനറിയാം, ഇത്രയും പ്രായമായ മകനെ കർത്താവാണ് എനിക്ക് തന്നതെങ്കിൽ ഈ കർത്താവ് പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്, ഞാൻ അർപ്പിക്കുകയാണ്. 2 വാക്യത്തിലും അർപ്പിച്ചു അർപ്പിച്ചു എന്നാണ് കാണുന്നത്. വേഴ്സ് 17 അർപ്പിച്ചു, വേഴ്സ് 18 ഇച്ചിരൂടെ വ്യാഖ്യാനം കൊടുത്തിട്ട് പറയുകയാണ്, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവർ, അവൻ്റെ വിശ്വാസത്തിൻ്റെ ആ ഡെഫിനിഷൻ കൊടുക്കുകയാണ്. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. നോക്കണം, റിസറക്ഷനെ പറ്റി ഒരു കാഴ്ചപ്പാട് ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യർക്കുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ആർക്കും അങ്ങനെ ഇല്ലല്ലോ. ദൈവമാണ് വാഗ്ദത്തം ചെയ്തതെങ്കിൽ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന്
അവനെ ഉയർപ്പിക്കുവാൻ. ആ വാക്യം നോക്കണം, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ. വേഴ്സ് 19, ആൻഡ് ഹി കൺസിഡേർഡ് ദാറ്റ് ഗോഡ് ഈസ് ഏബിൾ ടു റേസ് പീപ്പിൾ ഈവൻ ഫ്രം ദ ഡെഡ്. മരിച്ചു കിടക്കുന്നവരുടെ ഇടയിൽ നിന്ന് ദൈവത്തിന് ജീവിപ്പിക്കാൻ കഴിയുമെങ്കിൽ, മരിച്ച് നിർജീവമായി പോയ സാറയിൽ നിന്നാണ് ഇസഹാക്കിനെ നൽകിയതെങ്കിൽ, എങ്ങോ ദൂരെ കിടന്ന എന്നെ ഈ കനാനിലേക്ക് ദൈവമാണ് കൊണ്ടുവന്നതെങ്കിൽ, നിർജീവമായ അവസ്ഥയിൽ തലമുറയെ തന്ന ദൈവത്തിന് മരിച്ചു പോയാലും ഇസഹാക്കിൽ നിന്ന്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ദൈവം അവനെ ഉറപ്പിച്ചു തരും. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, സിമ്പിളായിട്ട് അബ്രഹാം ചിന്തിച്ചത്, ഞാൻ മകനെ യാഗമർപ്പിക്കും, എന്നിട്ട് ദൈവം മകനെ എനിക്ക് തിരിച്ചു തരും, ഉയർപ്പിക്കും. കാരണം ദൈവം പറഞ്ഞു ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവരാ. അപ്പോൾ അതുവരെ ഇസഹാക്കിൽ നിന്ന് മക്കളുണ്ടായിട്ടില്ല. ദൈവമക്കളെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളെ എനിക്ക് കാണാൻ പറ്റുന്നില്ല, നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, വാഗ്ദത്തം ചെയ്ത ദൈവം വാഗ്ദത്തം ചെയ്തിട്ട് പറഞ്ഞു ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവരാ നിൻ്റെ സന്തതി, അവനെയാണ് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കര മണത്തരി പോലെയും അസംഖ്യം ജനമാക്കി തീർക്കുമെന്ന് പറഞ്ഞിട്ട് ദൈവം പറയുകയാണ് അവനെ അർപ്പിക്കാൻ പറഞ്ഞപ്പം അബ്രഹാം വിശ്വസിച്ച് എന്താണെന്നറിയാമോ? കർത്താവ് വാഗ്ദത്തം ചെയ്തു ഇസഹാക്കിന് തന്നെയാണ് മകനെ കൊടുക്കാൻ പോകുന്നത്. ഇനി ഞാൻ കർത്താവ് പറഞ്ഞതുപോലെ അവനെ യാഗം അർപ്പിക്കും. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്യുമെന്നറിയാമോ? കർത്താവ്, ആ വിശ്വാസം അബ്രഹാമിനുണ്ടായിരുന്നത്. അബ്രഹാം കർത്താവിന് പറഞ്ഞു കഴിഞ്ഞപ്പം, അയ്യോ കർത്താവ് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും, 2026 ആയല്ലോ, പകുതിയുമായല്ലോ, ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ട്, നോ, പൂർണ്ണമായി വിശ്വസിച്ചു. ദൈവത്തിന് മാസങ്ങളോ നാളുകളോ പ്രശ്നമല്ല. വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നെണ്ണി. മരിച്ചു പോയാലും മരിച്ചവരുടെ ഇടയിൽ നിന്ന് മകനുമായി ഞാൻ മടങ്ങിപ്പോകുമെന്നൊരു വിശ്വാസത്തോടെയാണ് അബ്രഹാം പോയതെന്ന് എബ്രായ ലേഖനകർത്താവ് എഴുതി വച്ചിരിക്കുന്നു. നോക്കണം, ഇന്ന് ഈ കൂട്ടായ്മയിലിരിക്കുന്ന പുതിയ നിയമ വിശ്വാസികളായ നമ്മളിൽ ഇല്ലാത്ത വിശ്വാസം, നമുക്ക് പലപ്പോഴും പ്രാപിക്കാൻ കഴിയാത്ത വിശ്വാസം ഏബ്രഹാം റിസീവ്ഡ് ഫ്രം ദ ലോർഡ്. മരിച്ചു പോയാലും ഈവൻ ഗോഡ് ഈസ് ഏബിൾ ടു ഗീവ് മൈ സൺ ബാക്ക് ഫ്രം ദ ഡെഡ്. മരിച്ചു കിടക്കുന്നവൻ്റെ ഇടയിൽ നിന്ന് അവൻ എന്നേക്കുമായി അവൻ അവിടെ കിടക്കത്തില്ല. ഗോഡ് വിൽ റേസ് ഹിം അപ്പ്. ദൈവം അവനെ എഴുന്നേൽപ്പിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് വാഗ്ദത്തമായി ഏറ്റെടുക്കാം, ദൈവം അവനെ എഴുന്നേൽപ്പിക്കും, ദൈവം അവളെ എഴുന്നേൽപ്പിക്കും. ഇന്ന് കാണുന്ന സാഹചര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അനുഭവത്തിലേക്കായിരിക്കാം, പക്ഷേ ഗോഡ് വിൽ റേസ് ഹിം ഓർ ഗോഡ് വിൽ റേസ് ഹെർ അപ്പ്, ഞാൻ വിശ്വസിക്കുന്നു. നോക്കണം, അവിടെ നമ്മൾ കാണുന്ന വാക്യം, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. നോക്കണം, ദൈവം ഇസഹാക്കിനെ ഉയർപ്പിക്കുവാൻ കഴിവുള്ളവനെന്ന് അബ്രഹാം വിശ്വസിച്ചു. ഇവിടെ തൻ്റെ വിശ്വാസം, അബ്രഹാമിൻ്റെ വിശ്വാസം ഒരു പുതിയ തലത്തിലേക്ക് എത്തുകയാണ്. അബ്രഹാം എന്താ വിശ്വസിച്ചത്? ദൈവത്തിൻ്റെ വാഗ്ദത്തം മരണത്തെക്കാൾ ശക്തമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിന് വാഗ്ദത്തത്തെ എടുത്തു കളയാൻ കഴിയത്തില്ല. ദൈവം നൽകിയ ഇസഹാക്കിനെ മരണം എടുത്തു കളഞ്ഞാലും ദൈവത്തിന് അവനെ ഉയർപ്പിക്കാൻ കഴിയുമെന്നും ഇതാണ് മഹത്തായ വിശ്വാസമെന്നും എബ്രായ ലേഖന കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. എന്താണ് നമ്മൾ അടുത്ത വാക്യത്തിൽ കാണുന്നത്? വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. നോക്കണം, മരിച്ചുപോയി ദൈവം തിരിച്ച് ചോദിക്കുന്ന മനുഷ്യനെ, ആ പൈതലിനെ അവൻ നിന്നുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യുകയെന്നറിയാമോ? അവൻ്റെ മകനെയും കൊച്ചുമകനെയും അനുഗ്രഹിക്കുകയാണ്. ആരാ? ഒരിക്കൽ യാഗപീഠത്തിൽ കിടന്ന് യാഗമായി അർപ്പിച്ചു എന്ന് പറഞ്ഞ മകൻ വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. അവർക്കെല്ലാവർക്കും ആ പ്രോമിസ്, വിശ്വാസത്തിൻ്റെ ഒരു തുടർച്ച നമ്മളിവിടെ കാണുകയാണ്. അബ്രഹാമിൽ നമ്മൾ കണ്ടത് പുറപ്പെടുവാനുള്ളൊരു വിശ്വാസമാണെങ്കിൽ, സാറയിൽ കാണുന്നത് അസാധ്യമായതിൽ സാധ്യമാക്കുമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസമാണ്. ഇസഹാക്കിൽ നമ്മൾ കാണുന്നത് വാഗ്ദത്തത സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന തലമുറയാണ്. യാക്കോബ് അടുത്ത തലമുറയെ അനുഗ്രഹിക്കുന്ന
യോസഫിനെ പറ്റി കാണുന്നത് താൻ പറയുന്നു, ഞാൻ മരിക്കും, പക്ഷെ ഞാൻ മരിച്ചാലും എന്നെ ഇവിടെ അടക്കം ചെയ്യരുത്. അതുകൊണ്ടാണ് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ അവസാന വാക്യം തീരുന്നത് ഒരു ശവപ്പെട്ടിയോടുകൂടെയാണ്. യോസഫിനെ അവർ ശവപ്പെട്ടിയിൽ വെച്ചു എന്ന് പറഞ്ഞാണ് ഉൽപ്പത്തി പുസ്തകം തീരുന്നത്. ഞാൻ ഈ കുടുംബത്തെ പറ്റിയുള്ള കാര്യം ഇവിടെ പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കുടുംബത്തെ പറ്റിയാണ് കേട്ടത്. നമ്മുടെ കുടുംബത്തെപ്പറ്റിയും അയർലൻഡിലുള്ളവരും നമ്മുടെ കുടുംബത്തെപ്പറ്റിയും നമ്മുടെ ചുറ്റുപാടുള്ളവരും നമ്മളെ അഡ്രസ്സ് ചെയ്യേണ്ടത് വിശ്വാസമുള്ളൊരു കുടുംബമായിട്ടായിരിക്കണം. നമ്മളെപ്പറ്റി അഡ്രസ്സ് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങൾ നമ്മളായി ഒരുപക്ഷെ സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കാം. ഒത്തിരി സ്നേഹിക്കുന്ന കുടുംബമെന്നോ, ഒത്തിരി കരുതുന്ന കുടുംബമെന്നോ, സ്നേഹമുള്ള കുടുംബമാണെന്നോ, അവർ നമ്മളെ ഒത്തിരി വാത്സല്യത്തോടെ സമീപിക്കുന്നവരെന്നൊക്കെ ഒരു പക്ഷേ നമുക്ക് ഒത്തിരി അഡ്രസ്സുകൾ നമുക്കുണ്ടായിരിക്കാം. പക്ഷേ നമ്മളോടുകൂടെ ചേർത്ത് വെക്കുവാൻ നമുക്ക് ഏറ്റവും നല്ലതും അനുഗ്രഹിക്കപ്പെട്ടതും വിശ്വാസാനുഭവമാണ്. വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ, വിശ്വാസത്തോടെ രോഗസൗഖ്യം പ്രാപിപ്പാൻ, വിശ്വാസത്തോടെ ജീവിതത്തിൽ വിടുതലുകളെ പ്രാപിപ്പാൻ, വിശ്വാസത്തോടെ ഒരു വിജയകരമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.